അപ്പോൾ നമുക്കിപ്പം ശ്രീ മുഹമ്മദ് റിയാസ് കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ശ്രീ മുഹമ്മദ് റിയാസ്, വെരി ഗുഡ് മോർണിംഗ്. എക്സിറ്റ് പോളുകളൊക്കെ വന്നു കഴിഞ്ഞു. നമ്മളിങ്ങനെ എത്ര എക്സിറ്റ് പോളുകൾ കണ്ടതാ അല്ലേ ശ്രീ മുഹമ്മദ് റിയാസ്? 2021 എക്സിറ്റ് പോളിൽ അന്ന് ഞാൻ ഉൾപ്പെടെ LDF-ന്റെ പല സ്ഥാനാർത്ഥികളും പരാജയപ്പെടുമെന്നായിരുന്നു പറഞ്ഞത്. ചുരുങ്ങിയ ദിവസം കഴിഞ്ഞ് വോട്ടെണ്ണിയപ്പോൾ ബേപ്പൂർ മണ്ഡലം കണ്ട സർവകാല റെക്കോർഡ് വോട്ടായ 82,000 വോട്ട് ആണ് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. അപ്പോൾ നമ്മുടെ മുമ്പിലൊരു ഉദാഹരണമായിട്ടുണ്ട്. പക്ഷേ എക്സിറ്റ് പോൾ വന്നതുകൊണ്ട് ഞാനൊരു പ്രതികരണം നടത്തുന്നതല്ല. പൊതുവെ LDF-ന് അനുകൂലമാണ് സാഹചര്യം. ഇന്നലെ പറഞ്ഞ പല എക്സിറ്റ് പോളുകളിലെ കാരണങ്ങളൊക്കെ തന്നെ അത് 4-ാം തീയതി അത് തെറ്റാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒറ്റ ഏജൻസി പോലും LDF-ന് ഭരണ തുടർച്ച പ്രവചിച്ചില്ല എന്നുള്ളതാണ് ഒരു ആശങ്ക. ഏതെങ്കിലും ഒരു ഏജൻസി പേരിനെങ്കിലും, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ 2 ഏജൻസികളെങ്കിലും അണ്ണാ DMK-ക്ക് പറഞ്ഞു, ഒരു ഏജൻസി ആണെങ്കിൽ ഇത്തിരി കൂടി പിടിവിട്ട് TVK-ക്ക് പറഞ്ഞു. പക്ഷേ ബംഗാളിലാണെങ്കിൽ 2 ഏജൻസികൾ മമതാ ബാനർജിക്ക് പറഞ്ഞു. ആസാമിലും കേരളത്തിലും മാത്രമാണ് ഒരൊറ്റ ഏജൻസി പോലും അതായത് LDF-നോ അവിടെ കോൺഗ്രസിനോ സാധ്യത പറയാഞ്ഞത്. അല്ല ഡോക്ടർ അരുൺ, എക്സിറ്റ് പോൾ എന്താണ്, എക്സാക്ട് പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് കാണാവുന്ന കാര്യമാണ്. അതിലിപ്പോൾ നമ്മളിപ്പോൾ കയറി വല്ലാതെ അഭിപ്രായം പറഞ്ഞ് പോകേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥിയായ അന്ന് പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, LDF-ന് ലഭിച്ച സർവകാല റെക്കോർഡ് വോട്ട് 82,000 ബേപ്പൂരിൽ മറികടക്കും. ബേപ്പൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഡോക്ടർ അരുണിന് അറിയാം. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭൂരിപക്ഷം വോട്ടർമാരുള്ള മണ്ഡലമാണ്. കേരളത്തിൽ അങ്ങനെയുള്ള മണ്ഡലം ഡോക്ടർ അരുൺ പരിശോധിച്ച് കാണും, ഒരു 14 മണ്ഡലമാണ്. മുസ്ലിം ജനവിഭാഗങ്ങൾ മെജോറിറ്റി ആയിട്ടുള്ളൊരു മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വോട്ടെണ്ണുന്നതിൻ്റെ 3 ദിവസം മുമ്പ് പറയുന്നു സർവകാല റെക്കോർഡ് വോട്ടായ 82,000 മറികടക്കും. അപ്പോൾ എന്ത് കൺസോൾട്ടേഷനാണുള്ളത്? എങ്ങനെയാണ് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുക? കർണാടകയിൽ നമ്മൾ കാണുന്നില്ലേ ബുൾഡോസർ രാജ്. മതനിരപേക്ഷത കണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ തന്നെ കേരളത്തിൽ ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ. അപ്പോൾ എന്ത് കൺസോൾട്ടേഷൻ എന്നാണ് ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ബേപ്പൂർ ഉൾപ്പെടെ അത് ബാധിക്കണ്ടേ? അവിടുത്തെ LDF സ്ഥാനാർത്ഥിയാണ് പറയുന്നത് സർവകാല റെക്കോർഡ് വോട്ട് 50%-ലധികം മുസ്ലിം ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്ത ഒരു മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വോട്ടെണ്ണുന്നതിൻ്റെ 3 ദിവസം മുമ്പ് പറയുന്നു 2021 ലഭിച്ച സർവകാല റെക്കോർഡ് വോട്ടായ 82,000 മറികടക്കും, മികച്ച വിജയം നേടും. ഈ ആത്മവിശ്വാസം ജനങ്ങളുമായി ഞങ്ങൾ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് കേരളത്തിലുടനീളം പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതായത് കൺസൾട്ടേഷൻ നടന്നിട്ടില്ല എന്ന് തന്നെയാണോ വിലയിരുത്തൽ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ എല്ലാ ജനവിഭാഗങ്ങൾക്കും. പിന്നെ അങ്ങ് അവിടെ മന്ത്രിയായിരുന്നു, അത് ബേപ്പൂർ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് എടുത്താൽ പോരെ? ബാക്കി മണ്ഡലങ്ങളിലും അങ്ങനെ പറയാൻ പറ്റുമോ ശ്രീ മുഹമ്മദ് റിയാസ്? അല്ല, അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, ഇന്നലെ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമാണ് കേരളത്തിൽ നിന്ന്. ബേപ്പൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഫലം? 19,000 വോട്ടിനായിരുന്നു LDF പിറകിൽ. 19,000 വോട്ടിന് 19,000 വോട്ടിന്. അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിനായിരുന്നു പിറകിൽ LDF. അപ്പോൾ എന്ത് എക്സെപ്ഷനാണ് അതിലുള്ളത്? അപ്പൊ അവിടെയുള്ള ഒരു LDF സ്ഥാനാർത്ഥി ഈ ആത്മവിശ്വാസത്തിൽ പറയാമെങ്കിൽ എല്ലായിടത്തുമുള്ള LDF സ്ഥാനാർത്ഥികൾക്ക് ഈ ആത്മവിശ്വാസത്തിൽ പറയാൻ പറ്റും. ഒരു സൈലന്റ് വേവിനാണോ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? എക്സിറ്റ് പോളുകളുടെ റഡാറിൽ പെടാതെ പോയ ഒരു നിശബ്ദ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവും രാഷ്ട്രീയ സാഹചര്യം. അത് പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങൾ കണക്കാക്കുന്നുണ്ട്. കേരളത്തിൽ സ്ത്രീ വോട്ടർമാർ 53% പോളിംഗ് ബൂത്ത് പോയത്, 7% അധികമാണ്. ഇന്ത്യയിൽ സ്ത്രീ വോട്ടർമാർ കൂടുതൽ പോളിംഗ് ബൂത്തിൽ പോയ സ്റ്റേറ്റ് ഇലക്ഷൻസ് അവർക്കൊക്കെ അറിയില്ലേ കോൺഗ്രസ് എന്താണ് എന്നുള്ളത്? 5 വർഷം പെൻഷൻ കൃത്യമായി കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയ കോൺഗ്രസിനെ മറക്കുമോ? മറക്കില്ല. അപ്പൊ ഈ ബാക്കി നമ്മൾ വോട്ടെണ്ണിയിട്ട് പറയും. ഇപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇടതുപക്ഷ ജനാധിപത്യ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നു. CPM ക്യാമ്പിൽ ഒരു ചർച്ചയും കാണുന്നില്ല. അല്ല, ഞങ്ങൾ മുമ്പ് അങ്ങനെ നടത്താറില്ല. അതൊക്കെ സമയത്ത് നടത്തുന്ന പരിപാടിയാണ് ഞങ്ങൾക്ക്. പക്ഷേ ഈ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ച മാത്രമല്ല നടക്കുന്നത്. കേരളം ഇന്ത്യയിൽ ക്രമസമാധാന പരിപാലനത്തിൽ നമ്പർ 1 സ്റ്റേറ്റാണ്.
അത് തകരുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, UDF വോട്ട് ചെയ്ത് ഈ മഷി മായാതെ നിൽക്കുന്ന ജനങ്ങൾ പോലും ദുഃഖിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ. എല്ലാവരും പ്രയാസപ്പെട്ടിട്ടുണ്ട്. UDF പ്രതീക്ഷയോടെ കണ്ട് UDF വോട്ട് ചെയ്ത വോട്ടർമാരിൽ എത്ര പേർ വ്യക്തിപരമായി പറഞ്ഞു, അയ്യോ ഇതെന്തൊരു സ്ഥിതിയാണ്. ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ കർണാടകയിലും മറ്റും കാണുന്ന കാര്യങ്ങളാണ്. എന്നാലും എക്സിറ്റ് പോൾ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനുമില്ല, ഒരു ടെൻഷനുമില്ല. LDF മികച്ച വിജയം നേടും. LDF മുന്നേറ്റം ഉണ്ടാകും, മികച്ച വിജയം നേടും. കീപ് കൂൾ. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ആത്മവിശ്വാസത്തിന് ഓൾ ദി ബെസ്റ്റ് മുഹമ്മദ് റിയാസ്. 4-ാം തീയതി നമുക്ക് ഒരു 9:30-10 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ അങ്ങനെ വിളിക്കും. രാവിലെ 4 മണി 4-ാം തീയതി. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ശ്രീ മുഹമ്മദ് റിയാസ്. താങ്ക് യു. ഇതാണ് അപാരമായ കോൺഫിഡൻസ് ആയിട്ടു. തെരഞ്ഞെടുപ്പിന് ഇനി 3 റിസൾട്ട് വരാൻ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ടെങ്കിൽ ആ കണക്കുകളിൽ എന്തോ ഉണ്ട് എന്ന് നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ 4-ാം തീയതി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെയാണെങ്കിൽ എക്സിറ്റ് പോളിൻ്റെ റഡാറിൽ പെടാതെ പോയ ചില കാര്യങ്ങളുണ്ടോ? കാത്തിരുന്ന് കാണാം.